ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെങ്ങനെ മാസങ്ങളോളം ചക്ക പൊരിച്ച് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടിപ്സുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്ക ചെറിയ പീസുകളാക്കി സൈസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓയിലാണ് കേട്ടോ കലക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഓയിൽ മഞ്ഞൾപ്പൊടിയും കൂടെ കലർത്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ. ഈ ചക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇത് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് മുരിഞ്ഞ് വരും കേട്ടോ അരിപ്പൊടി ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. എത്ര സിമ്പിളാട്ടോ, നല്ല മുരിച്ചിലും ഉണ്ടാവും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കോരിയിട്ട് നമ്മൾ ചക്കയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.